ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് എക്കണോമിക് ഫിനോമിന ഇൻ റിലേഷൻ ടു പ്രസീഡിങ് ആൻഡ് സക്സീഡിങ് ഈവൻറ്റ്സ്. പണ്ട് എന്തായിരുന്നു അതനുസരിച്ച് നെക്സ്റ്റ് പോളിസി എന്താ എടുക്കണം അതനുസരിച്ചിട്ടുള്ളതാവും സെക്കൻഡ് പോളിസി. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എക്കണോമിക് വേരിയബിൾസ് എങ്ങനെയാണ് ആ പെർട്ടിക്കുലർ പോയിൻറ്റിനെ എഫക്റ്റ് ചെയ്യണതെന്നാണ് ഈ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഡൈനാമിക്സിനെയാണ് ഈ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ ഡയഗ്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നും, പക്ഷേ ഇറ്റ്സ് സിമ്പിൾ. എന്താ വെച്ചാൽ സപ്ലൈ കർവ് കാണാണ്ട് എസ്, ഡിമാൻഡ് കർവ് ആദ്യത്തെ ഡിമാൻഡ് കർവ്. സപ്പോസ് ദ ഇൻകം റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് എന്താവും, ഡിമാൻഡ് കുറയും. അപ്പോൾ D1 എന്നുള്ള ഡിമാൻഡിൽ അത് എത്തും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ ഇ ആയിരുന്നു. ഈ പൊസിഷനിൽ നമ്മൾ എത്ര വിറ്റു, ക്യൂ ഔട്ട്പുട്ട് വിറ്റു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് കുറഞ്ഞ കാരണം എന്താ ഉണ്ടാവുക വെച്ചാൽ പ്രൈസ് ഇതേ ക്യൂ ഔട്ട്പുട്ട് അവർ സെൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഫുൾ പ്രൊഡക്ഷൻ അവർക്ക് സെൽ ചെയ്ത് കിട്ടണമെങ്കിൽ അവർ പ്രൈസ് റെഡ്യൂസ് ചെയ്യണം. പ്രൈസ് എത്രയായിട്ട് കുറയ്ക്കണം, P1 ആയിട്ട് കുറച്ചാലേ ഇത് മുഴുവൻ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അങ്ങനെ അത്രയും കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് ഫുൾ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിൽ നെക്സ്റ്റ് പീരിയഡിൽ അവരെന്ത് ചെയ്യും വെച്ചാൽ അവർ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറവേ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഇഫ് ദേ ആർ ട്രൈങ് ടു സെൽ Q1 ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന P2 ആണ് പ്രൈസ്. പക്ഷേ P2ൽ അവർക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റും, Q2 ഉണ്ടാക്കാം. പക്ഷെ അവിടെയും Q1 Q2 എക്സസ് വരും. അപ്പോൾ അവർ പിന്നെയും മനസ്സിലാക്കും ഫർദർ പ്രൈസ് റെഡ്യൂസ് ചെയ്യണം. പ്രൈസ് P0 ആയിട്ട് റെഡ്യൂസ് ചെയ്താലേ ഫുള്ളായിട്ട് നമുക്ക് ഇക്വിലിബ്രിയം എത്താൻ പറ്റുള്ളൂ. അപ്പോഴാണ് ടോട്ടൽ ഫുൾ എമൗണ്ട്, അതായത് Q0 അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ പ്രോസസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും until they realize that it will be sold only at all articles they can only sell Q0 of the amount at particular demand curve. അപ്പോൾ ഡിമാൻഡ് കർവ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ പ്രൈസ് കുറച്ച് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൈസിലേ അവർക്ക് ഫുള്ളായിട്ട് വിൽക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് മുന്നത്തെ ഇവൻറ്റ് വെച്ചിട്ട് അവർ കമ്പയർ ചെയ്തിട്ടാണ് ഈ പെർട്ടിക്കുലർ ഇവൻറ്റിലേക്ക് എത്തണത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സക്സീഡിങ്ങിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് എക്കണോമിക് ഡൈനാമിക്സ് പഠിക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ പറഞ്ഞു, എക്കണോമിക് ഡൈനാമിക്സും പറഞ്ഞു, സ്റ്റാറ്റിക്സും പറഞ്ഞു. എന്താണ് രണ്ടിലുമുള്ള വ്യത്യാസം? രണ്ടിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ സ്റ്റാറ്റിക് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിനെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഹൗ ഡിഡ് ദാറ്റ് പോയിൻറ്റ് ബി അച്ചീവ്ഡ്, എന്ത് വേരിയബിൾസാണ് എഫക്റ്റ് ചെയ്തിട്ട് അവിടെ എത്തിയത്, ആ വേരിയബിൾസ് തമ്മിൽ എന്താ റിലേഷൻ. നേരെ മറിച്ച് ഡൈനാമിക്സ് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടെ എത്തിയത്, എന്താണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിലേഷൻ, അത് പറഞ്ഞതാണ് ഡൈനാമിക്സ്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ അതിൻ്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡൈനാമിക്സ്, എന്താണ് റിലേഷൻ, അത് പിന്നെ ഡൈനാമിക് ആകുമ്പോൾ ഡേറ്റഡ് ആവും. ഇന്നലെ എന്താണ്, ഇന്നെന്താ വന്ന്, അങ്ങനെ ഡേറ്റഡ് ആണ്. മറ്റേത് ഡേറ്റഡ് അല്ല. എക്സ്പ്ലെയിൻസ് ദ പ്രോസസ് ഓഫ് ചേഞ്ച്. ആൻഡ് സ്റ്റാറ്റിക്സ് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇക്വിലിബ്രിയത്തിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. നേരെ മറിച്ച് ഡൈനാമിക്സ് പറഞ്ഞാൽ ഡിസ്ഇക്വിലിബ്രിയമാണ്. എങ്ങനെയാണ് ഡിസ്ഇക്വിലിബ്രിയം ടു ഇക്വിലിബ്രിയം വരുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് ഡൈനാമിക്സ്. അപ്പോൾ ഡൈനാമിക്സ് പറഞ്ഞത് പാസ്റ്റും പ്രസൻറ്റുമുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ സ്റ്റാറ്റിക്സും ഡൈനാമിക്സും വെച്ചിട്ട് നമുക്കൊരു ഇക്കോണമിയെ പഠിക്കാൻ പറ്റും. അതേപോലെ സ്റ്റേഷനറി സ്റ്റേറ്റ്, സ്റ്റാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദി ഇക്കോണമി ബിഫോർ ഇറ്റ് മൂവ്സ് ടു ദ പാർട്ട് ഓഫ് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് പോണതിൻ്റെ മുന്നേ ഒരു പെർട്ടിക്കുലർ പാത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ആ ഇക്കോണമി മൂവ് ചെയ്ത് എന്തായിരുന്നു ആ പൊസിഷൻ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് എക്സ്പ്ലെയിൻസ് എ പെർട്ടിക്കുലർ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ് എങ്ങനെയാണ് എത്തിയത് അത് എക്സ്പ്ലെയിൻ ചെയ്യണതാണ് ഏത് സ്റ്റാറ്റിക് അനാലിസിസ്. പിന്നെ എങ്ങനെയാണ് അലൊക്കേഷൻ നടത്തേണ്ടത് സോ ദാറ്റ് ഓൾ തിങ്സ് ആർ ബോട്ട് ഇൻ ടു ഇക്വിലിബ്രിയം. ഇതെല്ലാം നമുക്ക് സ്റ്റാറ്റിക് അനാലിസിസിനോട് പഠിക്കാൻ പറ്റും. അതേപോലെ മാക്രോ ഡൈനാമിക്സും ഈ പെർട്ടിക്കുലർ ഡയഗ്രാം വെച്ചിട്ട് ഈ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഇത് നമ്മുടെ കെയ്നീഷ്യൻ ഫ്രെയിം വർക്ക് വെച്ചിട്ടാണ് ആദ്യത്തെ നമ്മുടെ
ഇത് ഏത് കർവ് ആയിരുന്നു? C+I കർവ്, ദാറ്റ് ഈസ് ഡിമാൻഡ് കർവ് ആണ് ആദ്യത്തെ. നൗ സപ്പോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ബൈ ഡെൽറ്റ ഐ. ആദ്യത്തെ ഇക്വിലിബ്രിയം ഇ ആയിരുന്നു. ഈ പെർട്ടിക്കുലർ മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെൽറ്റ ഐ, ഡെൽറ്റ കാണിക്കുന്നത് ചേഞ്ചാണ്, ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ഇൻകം ഉണ്ടാവും. ആ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ പുതിയൊരു ഇക്വിലിബ്രിയം പൊസിഷനിലെത്തും. അതിനെയാണ് നമ്മൾ പറയണത് E1 എന്നുള്ള പൊസിഷനിലാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ വേറെ എല്ലാ ഫാക്ടേഴ്സിനും ഇൻകം കൂടും, ഇൻകം കൂടി ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടിയ സപ്ലൈ കൂടും. അപ്പോൾ ഒരു പുതിയ ഇക്വിലിബ്രിയത്തിലെത്തും. ആ പൊസിഷനാണ് E1. അപ്പോൾ എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യണതാണ് ഏത് മാക്രോ ഡൈനാമിക്സ്. അപ്പോൾ സ്റ്റാറ്റിക്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഡൈനാമിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈനാമിക്സ് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ചേഞ്ചിൽ നിന്ന് മറ്റേ ചേഞ്ചിലേക്ക് എത്തുക അത് എക്സ്പ്ലെയിൻ ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡിഫറെൻറ്റ് ഫേസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഡൈനാമിക്സ്. ഇത് നമ്മൾ ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഗവൺമെൻറ് ടു ഫ്രെയിം പോളിസീസ്. പിന്നെ കുറേ ഡെവലപ്മെൻറ്റ്സ് തിയറീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയ തിയറമിൽ ഒന്നാണ് കോബ്വെബ് തിയറം. അത് ഡൈനാമിക്സിൽ യൂസ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് പ്രൈസിങ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ കോബ്വെബ് തിയറമിൽ പറയുന്നത്. കോബ്വെബ് തിയറമിൻ്റെ നോട്ട് ഞാൻ അയച്ചുതരാം, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ദിസ് കോബ്വെബ് തിയറം? അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ, അത് ഒരു ഡൈനാമിക് അനാലിസിസ് ആണ്. എങ്ങനെ പ്രൈസസ് ഓഫ് ആർട്ടിക്കിൾസ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഡിറ്റർമിൻഡ്, അതിൽ നന്നായിട്ട് പറഞ്ഞുതരും. നെക്സ്റ്റ് പീരിയഡ്സും അടുത്ത പീരിയഡും അത് വെച്ചിട്ട് റിലേഷൻ എന്താണ്. ഇപ്പോൾ ഗോൾഡ് പ്രൈസസ് തലേ ദിവസത്തെ ഇന്നത്തെ റിലേറ്റഡ് ആവും, അങ്ങനെ കുറഞ്ഞു കൂടി ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അത് പറയുന്നതാണ് ഈ ഡൈനാമിക്സ്. ഇനി കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താവും? കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ് അത് പേര് കണ്ടാൽ തന്നെ അറിയാം. ഒരു പെർട്ടിക്കുലർ അനാലിസിസ്, ഓരോ സ്റ്റേജിൽ എന്താണ് കമ്പാരിസൺ, എങ്ങനെയാണ് ഒരു ഇക്കോണമി ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് എത്തിയെന്നുള്ള എക്സ്പ്ലനേഷനാണ് കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ കാണാം, ആദ്യത്തെ ഇക്വിലിബ്രിയം ഇ ആണ്, അടുത്ത ഇക്വിലിബ്രിയം E1 ആണ്. എന്താ അവിടെ വ്യത്യാസം ഉണ്ടായത്? പ്രൈസ് എന്തായി? പ്രൈസ് കൂടി, ക്വാണ്ടിറ്റി കൂടി. അപ്പോൾ ആ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് ഈ കമ്പാരിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയണത്. അപ്പോൾ ഡിഫറെൻറ്റ് പൊസിഷൻസ് ആണ് ഇക്വിലിബ്രിയം E to E1 ആണ്. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണത് കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ് ആണ്. രണ്ട് ഇക്വിലിബ്രിയം തമ്മിലുള്ള കമ്പാരിസൺ ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ 3 ടേംസ് ഉണ്ട് പഠിക്കാനുള്ളത്: സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, ഓക്കെ, ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഈ 3 ടേംസും എന്താണ്, തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, സ്റ്റാറ്റിക്സും ഡൈനാമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം നോക്കുക, ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.